ഇത് കൊല്ലം ജില്ലയിൽ തേവള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗവൺമെൻറ് ഡയറി ജംഗ്ഷനിൽ ഗവൺമെൻറ് ജിയോ ക്വാർട്ടേഴ്സിനകത്തായിട്ടാണ് ഇത് വരുന്നത്. ഇവിടെ മെയിനായിട്ടുള്ള ബ്രീഡിങ് കരിമീൻ, കൈതക്കോര, വരാല് എന്ന നാടൻ മത്സ്യങ്ങളാണ് ഉൽപ്പാദനം. കരിമീനാണെന്നുണ്ടെങ്കിൽ ഇഞ്ച് അനുസരിച്ച് റേറ്റ് വരുന്ന സൈസ് അനുസരിച്ച് അതിൻ്റെ റേറ്റുകൾ വരുന്നത്. ഒരു 8 മാസം ആണതിൻ്റെ പൂർണ്ണ വളർച്ച എത്താനായിട്ട്. മെയിനായിട്ട് ഇതിൻ്റെ pH ആണ് നമ്മൾ നോക്കേണ്ടത്. 6 മുതൽ 8.5 വരെയാണ് pH വേണ്ടുന്നത്. ടീ ടാങ്കുകളിൽ മുട്ട ഇട്ടതിന് ശേഷം നമ്മൾ ആ മുട്ട മാറ്റി വെച്ചാണ് വിരിയിച്ചെടുക്കുന്നത്. അതിനുശേഷം കുഞ്ഞുങ്ങളെ നമ്മൾ പോണ്ടിലേക്ക് ഹാപ്പ കെട്ടി കേജിലേക്ക് മാറ്റും. പോണ്ടിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്തിട്ടാണ് കർഷകർക്ക് കൊടുക്കുന്നത് മെയിനായിട്ടും. ഇവിടെ ഈ കേജുകളിലെല്ലാം നമ്മൾ ബ്രീഡിംഗ് പെയറിനെയാണ് ഇട്ടേക്കുന്നത്. ഈ 2 കേജുകളിൽ അതിലെല്ലാം കുഞ്ഞുങ്ങളെ ഇട്ട് വളർത്തിയെടുക്കുന്നതാണ്. കരിമീനാണ് ചെയ്യുന്നത്. ഇത് ഉപ്പുവെള്ളത്തിൽ തന്നെയാണ് കുഞ്ഞുങ്ങളെ ഇട്ട് വളർത്തിയെടുക്കുക ചെയ്യുന്നത്. ഈ ഒരു ടാങ്കിൽ നമ്മൾ 3 പെയറിനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് മുട്ട ഓടുകളിൽ ഒട്ടിച്ച് വെക്കുമ്പോൾ നമ്മൾ ബക്കറ്റുകളിലേക്ക് മാറ്റി വെച്ച് ഒരു 8 ദിവസം കഴിയുമ്പോഴത്തേന് ആ കുഞ്ഞുങ്ങൾ ഓടിത്തുടങ്ങും. ഈ ഓടിത്തുടങ്ങുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ഹാപ്പ കെട്ടി കേജിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. കർഷകർ സാധാരണഗതിയിൽ ഇവിടെ നേരിട്ട് വന്ന് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് എത്ര എണ്ണം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട്. കുഞ്ഞുങ്ങൾ വളരെ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ പോലും 10 എണ്ണം മതി എന്നുണ്ടെങ്കിൽ പോലും കൊടുക്കാറുണ്ട്. pH ഒക്കെ നോക്കി കറക്റ്റ് ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. 6.5 മുതൽ 8.5 വരെയാണ് നോർമലി pH വേണ്ടുന്നത് കരിമീന്. അലങ്കാര മത്സ്യങ്ങൾ ഗോൾഡ് ഉണ്ട്, ഗപ്പി, ഏഞ്ചല്, പോളാർ ബ്ലൂ, ഇതൊക്കെ പ്ലാറ്റി, സോഡ്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അലങ്കാര മത്സ്യങ്ങൾ ചെറിയ രീതിയിലേ ചെയ്യുന്നുള്ളൂ. കുളത്തിനകത്ത് കരിമീൻ മാത്രമാണ് ബ്രീഡ് ചെയ്യിക്കുന്നത്. വലിയ കരിമീൻ ഇട്ടിട്ടുണ്ട്. അത് ഈ കുഞ്ഞുങ്ങളാവുന്നുണ്ട്. പിന്നെ ഈ ആപ്പയ്ക്കകത്ത് കരിമീൻ്റെ കുഞ്ഞുങ്ങളാണ് ടീ ടാങ്കിൽ നിന്ന് കളക്ട് ചെയ്ത് ഇങ്ങോട്ട് മാറ്റുന്നതാണ്. കുളത്തിലാകുമ്പം പെട്ടെന്ന് സൈസായി വരും കുഞ്ഞുങ്ങൾ.